Good morning. Good morning, ma'am. Good morning. Good morning. Morning, ma'am. Good morning. നമുക്ക് ഒരു പ്രയർ ചെയ്താലോ? ഒരു പ്രയർ ചെയ്യട്ടെ ആരെങ്കിലും? ഞാൻ ചെയ്യാം മാം. അഫ്ന മൊയ്തീൻ ചെയ്തോളൂ. I am ready. Bless us, Lord, throughout the day. While at school, at home, at play, help us to love and not to hate. Bless us all. Oh Lord, we pray. Thank you. Thought of the day ഉണ്ട് ആരെങ്കിലും? Thought of the day. ഇല്ല. ചെയ്യാറില്ലേ നിങ്ങള്? Thought of the day ചെയ്യാറില്ലേ? ഞാൻ പറയാം. നിത്യ ഹരിദാസ് പറഞ്ഞോളൂ. Respect is like a mirror. The more you show it to other people, the more they will reflect. By APJ Abdul Kalam. Thank you. Okay. അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തോ എല്ലാവരും? അസൈൻമെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നത് ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആ ഒരു ചാപ്റ്ററിൽ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാനുണ്ട്. ടീച്ചേഴ്സിന്റെ ലീവ് ആപ്ലിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ലീവ് വേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ലോങ് ലീവ് ആവാം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു ലീവ് ആവാം, അല്ലെങ്കിൽ സഡൻലി പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം മാറി നിൽക്കേണ്ടതായിട്ട് ആവശ്യം വരാം. അപ്പൊ ലീവ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ലീവ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്കത് ഒരു സാങ്ഷൻ ചെയ്ത് തന്നെ അല്ലെ. അതിനു മുമ്പായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങള്? ആപ്ലിക്കേഷൻ ഫോം കാണുന്നുണ്ടല്ലേ? ഓക്കെ. നോക്കിയേ നിങ്ങള്, ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ എന്നത് അവിടെ മിസ്സിംഗ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഏത് ടീച്ചറാണോ ലീവ് ആവശ്യമായിട്ട് വരുന്നത് ആ ടീച്ചറിന്റെ പേര് അവിടെ എഴുതുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാം, നെയിമിന്റെ സ്ഥാനത്ത് സഹദൂന് എഴുതി. ഓക്കെ, സഹദൂനയ്ക്കാണ് ലീവ് വേണ്ടത്, സഹദൂനാന്ന് ഞാൻ എഴുതി. അടുത്തതാണ് പോസ്റ്റ് ആൻഡ് കോഡ്. പോസ്റ്റ് ആൻഡ് കോഡ് എന്ന് പറയുമ്പോൾ ലീവ് എന്താ പറയാ, ആ ടീച്ചറിന്റെ പോസ്റ്റ് എന്താണ്? ചിലപ്പോ ജൂനിയർ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ സീനിയർ ടീച്ചർ ആയിരിക്കാം. ഇപ്പൊ സഹദൂന ഏത് പൊസിഷൻ? സൗണ്ട് കൂട്ടണോ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഞാൻ കൂട്ടാം കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ സൗണ്ട്? ഓക്കെ. പോസ്റ്റ് ആൻഡ് കോഡ് എന്ന് പറഞ്ഞാല് ഇപ്പോ എന്താ പറയാ, ടീച്ചർ ഇപ്പൊ സഹദൂന എന്നാണ് ഞാൻ പേര് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ സഹദൂനയുടെ പോസ്റ്റ് എന്താണ്? സഹദൂന ചിലപ്പോ ജൂനിയർ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ സീനിയർ ടീച്ചർ ആയിരിക്കാം. ഒരു പോസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഒരു കോഡ് ഉണ്ടാവും സഹദൂനയ്ക്ക്. അപ്പോ അതും അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ. ദെൻ തേർഡ് വൺ, ഹെഡ് ഓഫ് ദ ലീവ്. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലീവ് കൊടുക്കുന്ന പേഴ്സന്റെ പേര് എഴുതാം. അതെന്തായാലും ചിലപ്പോൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആയിരിക്കാം അല്ലെ. അപ്പോ ആ വ്യക്തി ആരാണെന്നും കൂടി അവിടെ മെൻഷൻ ചെയ്യാം. അതാണ് ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഡേറ്റ് ഫോർ വിച്ച് ലീവ് റിക്വയർഡ്. ഏത് ദിവസമാണ് ലീവ് വേണ്ടത്? ഓക്കെ, ചിലപ്പോ ദിവസങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ദിവസമായിരിക്കാം ഉണ്ടായിരിക്കുക. അപ്പോ ആ ഡേറ്റ് എന്താണെന്നും കൂടി അവിടെ മെൻഷൻ ചെയ്യും. പിന്നെ റീസൺസ്, എന്തൊക്കെ റീസൺ കൊണ്ടായിരിക്കാം? ചിലപ്പോ വല്ല രോഗങ്ങൾ മൂലമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ പെട്ടെന്നൊരു ഡെത്ത്, മരണാവശ്യം വന്നു, അല്ലെങ്കിൽ എന്താ പറയാ മെറ്റേണൽ ലീവ് ആവശ്യമാണ്. മാം ഒന്നുകൂടി പറയൂ, ഞാൻ ഇപ്പോഴാണ് ക്ലാസ് ജോയിൻ ചെയ്തത്. ഞാനൊന്നും കൂടി പറയാം.
ഒന്നും കൂടി പറയാം. Okay, thank you, അതായത് ma'am. ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ നെയിം ആണ്. അതായത് ഏത് ടീച്ചർ ആണോ ലീവ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ലീവ് ആവശ്യമായിട്ടുള്ളത് ആ ടീച്ചറുടെ പേര് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ലീവ് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്. ദെൻ ആ ടീച്ചറുടെ പോസ്റ്റ് ആൻഡ് കോഡ്. എല്ലാ ടീച്ചർമാർക്കും കോഡുകളൊക്കെ ഉണ്ടാവും. സ്കൂളിലവർക്ക് പ്രത്യേകിച്ച് കോഡുകൾ കൊടുക്കുന്നുണ്ടാകാം. അവരുടെ ഒരു പ്രത്യേക രജിസ്റ്റർ നമ്പർ പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്പർ ഉണ്ടാവും. അതിനെയാണ് ഈ കോഡ് എന്ന് പറയുന്നത്. പിന്നെ സീനിയർ ടീച്ചർ ആണോ ജൂനിയർ ടീച്ചർ ആണോ ആ ഒരു പോസ്റ്റ്, അവര് എന്ത് പോസ്റ്റിലാണ് അവിടെ ഇരിക്കുന്നത് അത് അവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറഞ്ഞാല് ആരാണ് ലീവ് കൊടുക്കുന്നത്, അതായത് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ, അവരുടെ പേര് അവിടെ മെൻഷൻ ചെയ്യുക. ദെൻ ഡേറ്റ് ഫോർ വിച്ച് ദ ലീവ് റിക്വയർഡ്, എപ്പോഴാണ് ലീവ് വേണ്ടത് അല്ലെങ്കിൽ ഏത് ദിവസം തുടങ്ങിയാണ് ലീവ് വേണ്ടതെന്ന് അവിടെ എഴുതുക. ദെൻ റീസൺസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഒരു മരണത്തിന്റെ ആവശ്യം വന്നാലോ, അതൊക്കെ സഡൻ ലീവ് ആണ് അല്ലെ, അല്ലെങ്കിൽ കല്യാണ ആവശ്യത്തിനായാലും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു രോഗത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യങ്ങളാണെങ്കിലോ, അല്ലെങ്കിൽ മെറ്റേണൽ ലീവ് ആണെങ്കിലോ, അതൊക്കെ അവിടെ മെൻഷൻ ചെയ്യുക. എന്താണ് കാരണം, ഇതിനുള്ള കാരണം എന്താണെന്ന് മെൻഷൻ ചെയ്യുക. ദെൻ പെർമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ലീവ് അണ്ടർ ദിസ് ഹെഡ്, അതായത് എത്ര ദിവസമാണ് ഈ ഒരു എന്താണ് ലീവ് സാങ്ഷൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത്, നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്. ഒരു വ്യക്തിക്ക് ഇപ്പൊ 6 മാസമായിരിക്കാം ആ വ്യക്തി ലീവ് ചോദിച്ചിട്ടുണ്ടായിരിക്കുക, ചിലപ്പോൾ 4 മാസമായിരിക്കാം കൊടുക്കുന്നത്. അപ്പോ ആ ലീവ് അനുവദിച്ചിട്ടുള്ള ആ ഡേറ്റ്സ് അവിടെ എഴുതുക. എപ്പോ തുടങ്ങിയാണ് എപ്പോ വരെ എന്ന് അവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ അതിന്റെ താഴെയായിട്ട് ലീവ് ഓൾറെഡി ടേക്കൺ, ഈ വ്യക്തി അതായത് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്ത വ്യക്തി ഇതിനു മുമ്പ് ലീവ് എടുത്തിട്ടുള്ള വ്യക്തിയാണോ, ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴാണ്, അത് എത്ര ദിവസമാണെന്ന് അവിടെ മെൻഷൻ ചെയ്യുക. ഇനി ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ, ഒരു വ്യക്തിക്ക് ഒരു ടീച്ചർക്ക് ഒരു വർഷത്തിൽ ചിലപ്പോൾ ഇത്ര ലീവുകൾ ഇന്ന് കൊടുത്തിട്ടുണ്ടാവും. ഏത് സ്ഥാപനമാണെങ്കിലും ലീവുകൾ ഉണ്ടാവും അവർക്ക് അല്ലെ. അപ്പൊ അവര് ലീവ് എടുത്തിട്ടില്ലെങ്കിൽ ബാലൻസ് ഉണ്ടാവും, ലീവുകളുടെ ബാലൻസ് വരും. ആ ബാലൻസ് വരുന്ന ലീവും കൂടി അവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കന്റ്, ആപ്ലിക്കന്റിന്റെ സിഗ്നേച്ചർ ഇടുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഓഫീസ് യൂസ് ആണ്. ഓഫീസ് യൂസിൽ വരുമ്പോൾ എത്ര ദിവസമാണ്, അതായത് ലീവ് പെർമിറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ, ലീവ് അനുവദിച്ചോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന്, എസ് ഓർ നോ എന്ന് ആ ഒരു കോളത്തിൽ എഴുതുക. ദെൻ ഡേറ്റ് ഓഫ് പെർമിഷൻ, എപ്പോഴാണ് ലീവ് പെർമിറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് നമ്മൾക്ക് ഇത്ര ദിവസമായിരിക്കും, ചിലപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ലീവ് നമുക്ക് അനുവദിച്ച് സാങ്ഷൻ ചെയ്ത് തരുന്നത്. അപ്പൊ ആ പെർമിറ്റ് ചെയ്ത ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യാം. ദെൻ ലീവ് വിത്ത് പേ, ലോസ് ഓഫ് പേ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ശമ്പളത്തോട് കൂടിയിട്ടുള്ള ലീവാണോ അല്ലെങ്കിൽ ശമ്പളം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ലീവാണോ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയാണെങ്കിൽ, ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് അറിയാലോ, മെറ്റേണിറ്റി ലീവിലൊക്കെ ആണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ചില ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആണെങ്കിൽ ശമ്പളത്തോട് കൂടിയായിരിക്കും ലീവ് കൊടുക്കുക, മെറ്റേണിറ്റി ലീവ് ഒക്കെ അല്ലെ. കാരണം നമ്മുടെ ഇതിന് സാലറി കെട്ടാവില്ല. എന്നാൽ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആണെങ്കിൽ എന്താണ്, നമുക്ക് സാലറി കിട്ടില്ല, സാലറി നമ്മളിവിടെ കട്ടാവും. ഓക്കെ, അപ്പോ ഇതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടത് ലീവ് വിത്ത് പേ ആണോ അല്ലെങ്കിൽ ലോസ് ഓഫ് പേ ആണോ എന്ന് അവിടെ മെൻഷൻ ചെയ്യുക. ദെൻ നെയിം ഓഫ് ദി സ്കൂൾ, സ്കൂളിന്റെ പേര്. അതുപോലെ തന്നെ വേർ ദ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഫോർ ലോസ് ഓഫ് പേ ഈസ് അറ്റാച്ച്ഡ്. ഇനി അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ചില ടീച്ചേഴ്സിന് ലോസ് ഓഫ് പേ ഉണ്ടാവാറുണ്ട് ലീവ് എടുക്കുമ്പോൾ, അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പ്രത്യേകം സർട്ടിഫിക്കറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യണം എന്നാണ്, അത് പിൻ ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ പറഞ്ഞു ചില ടീച്ചേഴ്സ് പ്രൊബേഷണറി പീരീഡ്, ട്രെയിനിങ് പീരീഡിലുള്ളവരുണ്ടാവും. അവരൊക്കെ ലീവ് എടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ശമ്പളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജൂനിയർ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. സീനിയർ ടീച്ചേഴ്സിനാണെങ്കിൽ ചിലപ്പോൾ ശമ്പളത്തോട് കൂടിയിട്ടുള്ള ലീവ് ആയിരിക്കും അനുവദിക്കുന്നത്. അപ്പോ അവരുടെ എന്താണ് കാരണം എന്ന്, എന്തുകൊണ്ടാണ് അവർക്ക് ലോസ് ഓഫ് പേ വരാനുള്ള കാരണം, ഇന്ന പോസ്റ്റ് ഇരിക്കുന്നതുകൊണ്ടാണോ, അത് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്യാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദെൻ ചാനൽ ഓഫ് അപ്ലൈ, എന്ത് ചാനൽ വഴിയാണ്, അതായത് നമ്മൾ ചിലപ്പോൾ നേരിട്ടായിരിക്കാം
ലീവ് ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി അയക്കുകയായിരിക്കാം, കമ്പ്യൂട്ടറിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി നമ്മൾ പാസ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചാനൽ, ഏത് ചാനൽ വഴിയാണ് നമ്മൾ ആ ലീവ് ആപ്ലിക്കേഷൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിച്ചത്, ആ ചാനൽ എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്നുകിൽ പോസ്റ്റ് ആയിട്ട് നമുക്ക് അയക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ചാനൽ എന്താണെന്ന് അവിടെ മെൻഷൻ ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ, ഓഫീസ് യൂസിൽ പറയുന്നത് ഐ വെരിഫൈഡ് ദ ബാലൻസ് ഓഫ് ലീവ്, ഇറ്റ് ഈസ് ഡാഷ് ഡേ ഓൺലി. അപ്പോ ഇദ്ദേഹം ആ ഒരു ലീവ് സാങ്ഷൻ ചെയ്ത വ്യക്തിയുടെ ലീവ്സ്, ബാലൻസ് ഓഫ് ലീവ് ഒക്കെ വെരിഫൈ ചെയ്തു. ബാലൻസ് ഓഫ് ലീവ് ഇത്ര ദിവസമാണ്, അതും കൂടി കൂട്ടുമല്ലോ ഇതിനകത്ത്. ബാലൻസ് ലീവ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആഡ് ചെയ്തിട്ടായിരിക്കും ഇവർക്ക് ലീവ് കൊടുക്കുക. അപ്പൊ ഇത്ര ദിവസം 10 ദിവസം ബാലൻസ് ഓഫ് ലീവ് ഉണ്ടെങ്കിൽ ആ 10 ദിവസം ഇതിനകത്ത് ആഡ് ചെയ്യും. 30 ദിവസമാണ് ഒരു വ്യക്തിക്ക് ലീവ് വേണ്ടതെങ്കിൽ, ഒരു മാസമാണ് ഒരു വ്യക്തിക്ക് ലീവ് വേണ്ടതെങ്കിൽ, അദ്ദേഹത്തിന് 10 ദിവസം ബാലൻസ് ഓഫ് ലീവ് ബാക്കി ഉണ്ടെങ്കിൽ ആ 10 ദിവസം കൂടി ഇതിനകത്ത് ആഡ് ചെയ്താൽ 20 ദിവസത്തെ ലീവ് മാത്രം ആ വ്യക്തിക്ക് മതി. അപ്പൊ അത്രയും ദിവസത്തെ ശമ്പളം മാത്രമേ കട്ട് ആവുള്ളൂ. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ പ്രത്യേകം എടുത്തെഴുതിയിരിക്കുന്നത് കേട്ടോ. ദെൻ സിഗ്നേച്ചർ ഓഫ് ഫോർവേഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീൽ. ഈ ഒരു കാര്യങ്ങൾ ചെയ്ത അതോറിറ്റിയുടെ പേര്, ആരാണ് സാങ്ഷൻ ചെയ്തത്, അതോറിറ്റിയുടെ പേര്, അവരുടെ സീലും കാര്യങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്യുക. ദെൻ ലീവ് സാങ്ഷൻഡ് റെഫ്യൂസൽ. ലീവ് ലെറ്റർ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അറിയില്ലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ലീവ് സാങ്ഷൻ ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. റിജക്ട് ആയോ അല്ലെങ്കിൽ സാങ്ഷൻ ചെയ്തോ എന്ന് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്യുക. ദെൻ സിഗ്നേച്ചർ ഓഫ് ദ ഡീകോഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീൽ. അവരുടെ, അതായത് അതോറിറ്റി, ലീവ് കൊടുക്കുന്ന അതോറിറ്റിയുടെ നെയിമും പോസ്റ്റ് സീലൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഫിൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ലീവ് ആപ്ലിക്കേഷനിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? Yes, ma'am. ആ, ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അസൈൻമെന്റ് ഒന്നും വേണ്ട, നിങ്ങൾ ഒരെണ്ണം ചെയ്തു നോക്കിയതല്ലേ, ഒന്നൊരു ആക്ടിവിറ്റി ആയിട്ട് ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ തന്നെ പേര് വെച്ചിട്ട് ഏകദേശം ഒരു ലീവിന്റെ കാൽക്കുലേഷൻ ഒക്കെ നടത്തിയിട്ട് ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ തീർന്നു. ഇനി നമുക്ക് മാൻ ആൻഡ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? എടുത്തോ? യൂണിറ്റ് 6 ആണ് കേട്ടോ, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. അപ്പൊ യൂണിറ്റ് 5മായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡൗട്ടും ഇല്ലല്ലോ? ഡെവലപ്മെന്റ് പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല ഇല്ല. ഇല്ല. ഓക്കെ, വായിക്കാം, റീഡ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് എടുത്തൊന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യുക.
എവിടം വരെ വായിക്കണം മിസ്? എന്താണ് എന്താണ് സഹോദരന? കഴിഞ്ഞു? ഓക്കെ. ക്ലാസ് റൂമിന്റെ സ്ട്രക്ചറെ കുറിച്ചിട്ടാണ്. എന്താ? റൂഫിംഗ് മാത്രം മതിയോ? റൂഫിംഗ് മാത്രം മതി. ഇപ്പൊ തൽക്കാലം റൂഫിംഗ് മാത്രം മതി. ക്ലാസ് റൂമിന്റെ സ്ട്രക്ചറെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ആദ്യം റൂഫിംഗ് ആണ്. റൂഫിംഗില് അവിടെ പറയുന്നുണ്ട് there are 4 types of roofing. 4 തരത്തിലുള്ള റൂഫിംഗ് ആണുള്ളത്. ഓക്കെ. ഫസ്റ്റ് വൺ RC സെൻട്രിങ് ആണ്. എന്താണ് സഹദോന RC സെൻട്രിങ്? വായിച്ചിട്ട് എന്താ മനസ്സിലായത്? വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറഞ്ഞു. ചിലപ്പോ 2 ഫ്ലോർ അങ്ങനെയുള്ള സ്കൂളിലൊക്കെ ചേർക്കാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ഇത്രേ ഉള്ളോ? അത് മൊത്തം പറയണോ? മൊത്തം അപ്പൊ പറയില്ല. ചില സ്ഥലത്തെന്ന് പറയണത് ചില സ്ഥലത്തെന്ന് പറയണത് ഇതായിരിക്കും, ടൈലൊക്കെ ആയിരിക്കും. പിന്നെ പിന്നെ ചില സ്ഥലത്ത് ഷീറ്റ് ആയിരിക്കും. ആ ഷീറ്റ് ആണെങ്കിൽ നല്ല ചൂടായിരിക്കും അതിന്. പിന്നെ അതാണ് മനസ്സിലായത്. ബാക്കിയുള്ളവര് വായിച്ചെന്ന് കരുതുന്നു. മനസ്സിലായവരൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ എന്താണെന്ന്. 4 റൂഫിംഗ് പറയാം. അശ്വതി ബാബു. RC സെന്ററിന് ഷീറ്റ് പോലെ മറ്റേ റൂഫ് ചെയ്ത ബിൽഡിംഗ് 1ഓ 2ഓ ഫ്ലോർ ആയിട്ട് കെട്ടുന്നു. അപ്പൊ അവിടെ ആ സ്കൂളിലായിരിക്കും, അങ്ങനെയുള്ള ആ ടൈപ്പ് സ്കൂളിലായിരിക്കും ഒത്തിരി പേർക്കും കുട്ടികളെ ചേർക്കാനായിട്ട് ഇഷ്ടം. പിന്നെ ഓലമേഞ്ഞ ചില കെട്ടിടങ്ങൾ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഷീറ്റ് വെച്ച റൂഫ് ചെയ്തതുണ്ട്. പിന്നെ ചിലത് ടൈലിട്ടതുണ്ട്. അങ്ങനെ പലതരത്തില് റൂഫ് ചെയ്യുന്ന ക്ലാസ് റൂംസ് ഉണ്ട്. എനിക്കതാ മനസ്സിലായി. അഫ്ന മോൾക്ക് എന്താ മനസ്സിലായത്? ഇതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ ഓരോ തരത്തിലാണ് റൂഫിങ് ചെയ്തേക്കണേ. ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. അങ്ങനെയൊക്കെ മനസ്സിലായത്. ഷീറ്റൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ചൂട് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഇതൊക്കെ. ഓടൊക്കെ ആകുമ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എല്ലാവർക്കും യോജിച്ചു പോകുന്ന ഇതാണ്. അങ്ങനെയൊക്കെ ഓരോ 4 ടൈപ്പിലാണ് റൂഫിംഗ് ഉള്ളത് മനസ്സിലായി. ഓക്കെ. ദിവ്യ നവീൻ. റൂഫിംഗ് 4 ടൈപ്പാണുള്ളത്. RC സെന്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 നിലകളിലൊക്കെ ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കാനായിരിക്കും പാരന്റ്സിന് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പിന്നെ ടൈൽ റൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ സ്കൂളുകളൊക്കെ കൂടുതലും ഓടിന്റെ ആണോ മിസ്റ്റത്? ടൈൽ റൂഫിംഗ് ഓടിന്റെ ആണെന്ന് നമ്മൾക്ക് പറയാം. എന്നാല് എന്താ പറയാ, അത്ര ഇതുള്ള എന്താ പറയാ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചൂടായിരിക്കും. ഭയങ്കര ചൂടായിരിക്കും അതിന്റെ പ്രത്യേകത. സാധാ ഓടല്ല, കുറച്ചുകൂടി ഇതായിട്ടുള്ള സ്കൂളുകൾ കേട്ടോ. ഷീറ്റ് റൂഫിംഗ് എന്ന് പറഞ്ഞാൽ ആസ്പെറ്റോസും ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. അതും ചൂടായിരിക്കും ക്ലാസ് റൂമുകള്. പിന്നെ 4-മത്തെ മനസ്സിലായിട്ടില്ല.
നാലാമത്തെ മനസ്സിലായില്ല. ഓക്കെ ഓക്കെ, ഞാൻ തന്നെ പറയാൻ വന്നാൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മനസ്സിലായ കാര്യം? ഗൗരി നന്ദന. ഓല മേഞ്ഞ റൂഫിംഗ് എന്നാണ്. ആ അതെ അതെ. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇപ്പൊ സ്കൂളുകളൊക്കെ ഓല മേഞ്ഞിട്ടല്ലേ ഉണ്ടാവുക പണ്ട് കാലത്തെ. ഇപ്പോഴാണ് നമ്മുടെ സ്കൂളുകളൊക്കെ എന്താ ടൈലിട്ടതും ഷീറ്റ് ഇട്ടതും വാർക്കയും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് വന്നത്. അത്രേ ഉള്ളൂ മിസ്സേ. ആ ഓക്കെ ഓക്കെ. അപ്പൊ RC സെൻട്രിങ് എന്ന് പറഞ്ഞാല് അതായത് കോൺക്രീറ്റ് വാർക്ക അല്ലെങ്കിൽ കെട്ടിടം എന്ന് പറയും നമ്മള്. അതായത് നമ്മുടെ വീടുകളൊക്കെ പണിയുമ്പോൾ കോൺക്രീറ്റ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക, അത് ഫിനിഷ് ചെയ്യുക അല്ലെ. അപ്പോ അത്തരത്തിലുള്ള സ്കൂളുകൾ, അതായത് മോസ്റ്റ് ഓഫ് ദി സ്കൂള്, അതായത് നമ്മുടെ ഇപ്പോഴുള്ള സ്കൂളുകളൊക്കെ കൂടുതലും ഈ ഒരു RC സെൻട്രിങ് ആണ്, അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് കേട്ടോ. കോൺക്രീറ്റ് നിങ്ങളുടെ വീട്ടിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഫിനിഷ് ചെയ്തത്? ഒരു വീട് ഫിനിഷ് ആവുന്നത് എപ്പോഴാണ്? കോൺക്രീറ്റ് കഴിയുമ്പോഴല്ലേ? ആണല്ലോ. ആ ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാല് 2-3 നിലകൾ ഉണ്ടാവും. കാരണം കോൺക്രീറ്റ് ആണ് ചെയ്യുന്നേ. ഒരു നില കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീതെ നമ്മൾ കെട്ടിപ്പൊക്കി വീണ്ടും ഒരു നില കോൺക്രീറ്റ് ചെയ്യുന്നു, വീണ്ടും കെട്ടിപ്പൊക്കുന്നു, വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫിനിഷ് ആവുന്നത്. അപ്പൊ ഏതൊരു സ്ഥാപനം എടുത്തു നോക്കിയാലും, ഹോസ്പിറ്റൽ എടുത്തു നോക്കിയാലും, സ്കൂൾ എടുത്തു നോക്കിയാലും, കോളേജ് എടുത്തു നോക്കിയാലും നമുക്ക് RC സെൻട്രിങ് മെത്തേഡ് ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുക. കോൺക്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. വാർക്കാന്ന് പറയും നമ്മൾ മലയാളത്തില്. ഓക്കെ. അപ്പോ അത്തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നമ്മുടെ ഭൂരിഭാഗം അതായത് നമ്മുടെ ഭൂരിഭാഗം സ്കൂളുകളും അത്തരത്തിലുള്ള കെട്ടിടങ്ങളാണ് അല്ലെ. ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, എവിടെ നോക്കിയാലും നമുക്ക് കാണാം സ്കൂളുകളൊക്കെ 3-4 നിലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അപ്പോ അതിൽ ഉത്തമ ഉദാഹരണം, അതിന്റെ ഒരു പേരെന്ന് പറയുന്നത് അത് RC സെൻട്രിങ് ചെയ്തതാണ്. ഇപ്പൊ ക്ലിയർ ആയോ ആദ്യത്തേത് എന്താണെന്ന്? മനസ്സിലായോ? ക്ലിയർ ആണോ? ബാക്കിയുള്ളവർക്കൊക്കെ ക്ലിയർ ആയല്ലോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് പ്രത്യേകം പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബിൽഡിങ്സിലാണ്, അതായത് RC സെൻട്രിങ് ചെയ്ത ബിൽഡിങ്സിലാണ് പാരന്റ്സിന് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇൻട്രസ്റ്റ്. കാരണം എന്താണ്, കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലാണ്, എന്താ പറയാ, നമുക്ക് കുറച്ചും കൂടി നിലവാരം ഉള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പാരന്റ്സിന് ഇത്തരത്തിലുള്ള സ്കൂളുകളിലാണ് പഠിപ്പിക്കാനായിട്ട്. അവിടെ എല്ലാ തരം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത്തരം കെട്ടിടങ്ങളിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളെ അയക്കുന്നത്, പാരന്റ്സ് കൂടുതലും കുട്ടികളെ അയക്കുന്നത് ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ. ഓക്കെ. അടുത്തത് ടൈൽ റൂഫിംഗ് ആണ്. നമ്മൾക്ക് മോസ്റ്റ് ഓൾഡ് ടൈപ്പിലുള്ള, അതായത് പഴയ കാലത്തെ സ്കൂളുകളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ടൈൽ റൂഫ് ആണ് അവിടെ ചെയ്തിട്ടുണ്ടാവുക. അതായത് സാധാ ഓട് എന്നല്ല പറയുന്നത്, കുറച്ചും കൂടി ചൂട് കൂടിയ ഹോട്ട് ആയിട്ടുള്ള ഓടുകൾ, അതിനെയാണ് ടൈൽ റൂഫ് എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള സ്കൂളുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ RC സെൻട്രിങ് ചെയ്ത, സാധാരണ നമ്മൾ പറയുന്നത് വാർക്ക കെട്ടിടങ്ങളിലാണ് ചൂടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത, ടൈൽ റൂഫ് ചെയ്ത കെട്ടിടങ്ങളാണെങ്കിൽ കുറച്ചും കൂടി ഹോട്ടായിട്ടുണ്ടാകും അവിടെ നിന്നാണ് ഈ ഒരു PDF ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, ഓൾഡ് ടൈപ്പിലുള്ള സ്കൂളുകളാണ് ഇവ. ഇപ്പോ ഇത്തരം സ്കൂളുകളൊന്നും അങ്ങനെ ഇല്ല. ഇപ്പൊ എല്ലാവരും കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്കൂളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ പഴയ ടൈപ്പ് സ്കൂളുകളൊക്കെ ഈ ഒരു ടൈൽ റൂഫിംഗ് ബിൽഡിങ്സ് ആണ്. ഓക്കെ. ദെൻ ഷീറ്റ് റൂഫിംഗ്. ഷീറ്റ് റൂഫിംഗ് എന്ന് പറയുന്നത് സിമെന്റ് ഷീറ്റ്, അതായത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് സ്കൂളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ഒരു കെട്ടിടം ഉണ്ടാകാനായിട്ട് സാധിക്കും കേട്ടോ, കാണാനായിട്ട് പറ്റും. അതായത് ടിൻ ഷീറ്റ് റൂഫിംഗ് അല്ലെങ്കിൽ റൈറ്റ് റൂഫിംഗ് എന്നൊക്കെ ഇത് പറയും. അതായത് എന്താ പറയാ, നമ്മുടെ സ്കൂളുകളിലെ പഴയ കെട്ടിടങ്ങൾ, ഇപ്പോ കഞ്ഞിപ്പുരയൊക്കെ നോക്കിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ പ്രത്യേക ഷെഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ മുകളിൽ അവര് ഷീറ്റ് റൂഫിംഗ് ആണ് വെച്ചിട്ടുണ്ടാവുക. ഭയങ്കര ചൂടായിരിക്കും. അതുപോലെ തന്നെ മഴ പെയ്യുവാണെങ്കിലൊക്കെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. തകര ഷീറ്റ് എന്ന് നമ്മൾ പറയും അതിന്. ഭയങ്കര സൗണ്ട് ആയിരിക്കും ഉണ്ടാവുക മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ. അത്തരത്തിലുള്ള ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള വീടുകൾ കണ്ടിട്ടുണ്ടോ? ഷീറ്റ് റൂഫിംഗ് ചെയ്ത വീടുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഭയങ്കര ചൂടായിരിക്കും കേട്ടോ അവിടെ. നമുക്ക് ചൂടുള്ള വേനൽ സമയത്ത്, സമ്മർ സീസണിലൊക്കെ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാൻ പറ്റില്ല. വേർത്ത് ഒഴുകും അവിടെ താമസിച്ചു കഴിഞ്ഞാല്.
അതുപോലെ തന്നെ മഴ പെയ്യുമ്പോഴും ഭയങ്കര ശബ്ദത്തോടെ ആയിരിക്കും ആ വെള്ളം വന്ന് വീഴുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്കൂളുകളില്ല, പക്ഷെ സ്കൂളുകളിൽ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു കഞ്ഞിപ്പുര കാണാൻ പറ്റും, അതുപോലെ എന്തെങ്കിലും എക്യുപ്മെന്റ് ഒക്കെ വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ സ്കൂളുകളുണ്ട്. ബസ് പാർക്ക് ചെയ്യണ സ്ഥലമല്ലേ, അങ്ങനത്തെ സ്ഥലങ്ങള് ഈ സ്കൂൾ ബസ് ഒക്കെ പാർക്ക് ചെയ്യൂലേ അത്, പിന്നെ ഓഡിറ്റോറിയത്തിന്റെ മേൽഭാഗം. അത് തന്നെ സ്കൂൾ ഓടിട്ടത് കഞ്ഞിപ്പര, വാർക്ക, ഓഡിറ്റോറിയം ഇങ്ങനെ ഷീറ്റിട്ടത് 3 തരത്തിലുണ്ട്. അതെ. ഒന്നുകൂടി പറഞ്ഞ നമ്മളെ മോള് പോയ സ്കൂളില് ട്രെയിനിങ്ങിന് പോയ സ്കൂൾ ഓടിട്ടത് കഞ്ഞിപ്പര, വാർക്ക, ഓഡിറ്റോറിയം ഷീറ്റിട്ടത്. അതന്നെ. അപ്പൊ അത്തരത്തില് കാണാനായിട്ട് സാധിക്കും കേട്ടോ. താച്ചഡ് റൂഫിംഗ് എന്ന് പറഞ്ഞാല്, ഈ താച്ചഡ് റൂഫിംഗ് എന്ന് പറഞ്ഞാല് വൈക്കോൽ അല്ലെങ്കിൽ ഓല മേഞ്ഞ എന്നൊക്കെ പറയില്ലേ നമ്മള്, അത്തരത്തിലുള്ള സ്കൂളുകള്. അത് നമ്മൾ പഴയ കാലത്തെ പള്ളിക്കൂടങ്ങള്, അതായത് ഗുരുക്കന്മാര് ശിഷ്യന്മാരൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടം ഒന്ന് ഓർത്ത് നോക്കി നിങ്ങള്. വീടുകളിലൊക്കെ ചെന്ന് കുട്ടികൾ പഠിക്കില്ലേ ഗുരുവിന്റെ കീഴില്, ഗുരുകുലം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പഴയ സിനിമയിലൊക്കെ ഉണ്ട് അങ്ങനത്തെയൊക്കെ, പഴയ സിനിമയില്. അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള സ്കൂളുകളാണ് എന്താ പറയുക താച്ചഡ് റൂഫിംഗ്. പക്ഷെ ഇത് ഗുഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അതായത് ഹെൽത്ത്, നമുക്ക് എന്താ പറയാ ഒരു ഗുഡ് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത് ഇത്തരത്തിലുള്ള താച്ചഡ് റൂഫിംഗ് ആയിട്ടുള്ള സ്കൂളുകളിൽ, അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ താച്ചഡ് റൂഫിംഗ് സ്കൂള് പുവർ സ്കൂൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് താച്ചഡ് റൂഫിംഗ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ അത് തീരെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള സ്കൂളാണെന്ന് കൂടി വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത്. ഓക്കെ, പിന്നെ എന്റെ താഴെ അപ്പോ 4 കാര്യങ്ങൾ മനസ്സിലായല്ലോ. RC സെൻട്രിങ് മനസ്സിലായി, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്, താച്ചഡ് റൂഫിംഗ്. 4 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അതിന്റെ തൊട്ട് താഴെയിട്ട് 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ് സംടൈംസ് ദ ക്ലാസ്സസ് ആർ ടേക്കൺ ഇൻ ദ ഓപ്പൺ എയർ, പോസിബിളി അണ്ടർ ട്രീസ്. ദിസ് ക്യാൻ ഓൾസോ ബി കോൾഡ് ട്രീ റൂഫിംഗ് ക്ലാസ്സസ്. പിന്നെ എന്താണ്, കുട്ടികളെ കൊണ്ട് ടീച്ചർ ഒരു മരത്തിന്റെ തണലിലിരുന്ന് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ക്ലാസ്സസിനെ നമ്മള് ട്രീ റൂഫിംഗ് ക്ലാസ്സസ് എന്നാ പറയാ. പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അരിസ്റ്റോട്ടിൽ അല്ല, സോറി, ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തി യുനാനി മെഡിസിന്റെ പിതാവാണ്, ഫാദർ ഓഫ് യുനാനി മെഡിസിൻ ആണ്. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞു കഥ പറഞ്ഞുതരാം. അതായത് അദ്ദേഹത്തിന്റെ നാട്ടില് വൈദ്യം, അതായത് ചികിത്സ, ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത് പാരമ്പര്യ വൈദ്യന്മാരായിരുന്നു. വൈദ്യം എന്ന് പറഞ്ഞാൽ നടത്താനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ പാരമ്പര്യ വൈദ്യന്മാർക്കായിരുന്നു. ഒരു കുടുംബത്തിലുള്ള ആളുകളായിരുന്നു അവര്. അപ്പോ ഒരു കുടുംബത്തിലെ പാരമ്പര്യ വൈദ്യൻ മരിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട, അതായത് അദ്ദേഹത്തിന്റെ ഇളം തലമുറയിൽപ്പെട്ട ആളുകളാണ് പിന്നീട് വൈദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ എന്താ പറയാ, മറ്റുള്ള ആളുകൾക്കൊന്നും വൈദ്യം ചെയ്യാനായിട്ട് അവകാശം ഉണ്ടായിരുന്നില്ല. ഈ വ്യക്തികൾക്ക് മാത്രമാണ് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് അവകാശം ഉണ്ടായത്. അപ്പൊ അതിനെ മൊത്തം ഉടച്ചു വാർത്തുകൊണ്ട് ഹിപ്പോക്രാറ്റസ് എന്ത് ചെയ്തു, അവിടെയുള്ള യുവാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ആൽമരത്തിന്റെ കീഴിലിരുന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി. എന്ത് ക്ലാസ്സുകളായിരിക്കും അദ്ദേഹം എടുത്തത്? അപ്പോ ഇദ്ദേഹം വൈദ്യം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഹിപ്പോക്രാറ്റസ്. എന്ത് ക്ലാസ് ആയിരിക്കും എടുത്തിരിക്കുന്നത് ഒന്ന് പറഞ്ഞു നിങ്ങള്? പറയാൻ പറ്റുന്നില്ല. എന്ത് ക്ലാസ് ആയിരിക്കും എടുത്തിരിക്കുന്നത്? വൈദ്യം പഠിച്ച വ്യക്തിയാണ്, വൈദ്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതെ, യുനാനി ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ആ ആൽമരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് ഡെയിലി അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നത്. ഓക്കെ, അങ്ങനെ കുറെ ആളുകൾ ആ വൈദ്യം, അതായത് യുനാനി ചികിത്സ എങ്ങനെയാണെന്ന് പഠിച്ചെടുത്തു, അത് പ്രാക്ടീസ് ചെയ്തു, ആളുകളിലേക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ഒരു പേരാണെന്ത്, ട്രീ റൂഫിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഒരു മരത്തിന്റെ കീഴിലിരുന്ന് ാണ് ആളുകളെ പഠിപ്പിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെ പഴയ കാലത്തൊക്കെ സ്കൂളുകളിൽ, അതായത് നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, കുട്ടികളെ, കെട്ടിടങ്ങൾ ഉണ്ട് എന്നിരുന്നാലും ടീച്ചർമാർ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ പുറത്തേക്ക് വിളിച്ചിട്ട് ആ ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ക്ലാസ് എടുക്കാറുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ട് അല്ലെ. അങ്ങനെ നിങ്ങൾ സിനിമ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ?
ഞങ്ങൾക്ക് LKG UKG ഞങ്ങൾക്ക് മരത്തിന്റെ ചോട്ടിലിരുന്നായിരുന്ന ക്ലാസ്. നല്ല രസമായിരുന്നു അത്. നല്ല രസമായിരുന്നോ? ചക്ക ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ അടിയിലായിരുന്നു. അതിങ്ങനെ അടിയിൽ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് അതിന്റെ ജാക്ക് ഫ്രൂട്ട് ട്രീ നല്ല രസമായിരുന്നു. ഒരു കറുത്ത ചക്കയൊക്കെ ഇല്ലേ, ഇങ്ങനെ കുഞ്ഞു കറുത്ത ചക്ക, അതൊക്കെ ഇങ്ങനെ ചാടും. ഞങ്ങളൊക്കെ എന്നിട്ട് അതൊക്കെ പറക്കിക്കൊണ്ട് കിടക്കലായിരുന്നു പണി. ഇപ്പോഴും ഓർമ്മയുണ്ട്. LKG UKG അതിന്റെ താഴെ ടീച്ചേഴ്സ് കൊണ്ടിരുത്തി പഠിപ്പിക്കണേ. നല്ല രസമായിരുന്നു. ഇങ്ങനെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ മരത്തിന്റെ ഇടയിലിരുന്ന് ടീച്ചറെ ക്ലാസ് എടുത്തിട്ടുള്ളത്? മരത്തിന്റെ ചുവട്ടില് ഇല്ല? അഫ്നാമോള് ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, അഫ്നാമോളാന്ന് തോന്നുന്നു, എന്നിട്ട് അവള് വീഡിയോ ഇട്ടിടുന്നുണ്ടായിരുന്നു. മറ്റേ ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായി ആ സ്കൂളിന്റെ വീഡിയോ. +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മരത്തിന്റെ അടി കൊണ്ടിരുത്തിയതാ. അപ്പൊ ഈ സ്റ്റെപ്പ് ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചേക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പുഴയും മരങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യൂ ആ. അവിടെ ഇരുന്ന് ടീച്ചർ പഠിപ്പിച്ചിരുന്നപ്പോ അവിടെ ശ്രദ്ധിക്കാതെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്നു. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞാവൽ മരത്തിന്റെ അടിയിൽ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാവൽ മരം, പല പല മരങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? കുറെ അധികം മരങ്ങൾ. പഴയ സ്കൂളിലൊക്കെ ആണെങ്കിൽ എന്തോരം മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഞാനും ഇതില് 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങളെയും കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ ഇരുത്താനായിട്ട്. നല്ല രസമാണ്. കാറ്റൊക്കെ കൊണ്ട് ഫ്രഷ് എയർ ശ്വസിക്കാലോ. അന്ന് ഇന്നത്തെ പോലെ അത്ര എന്താ പറയാ മലിനമല്ല നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാല്. അപ്പോ അങ്ങനെ ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ എന്താ പറയാ ടീച്ചർമാരെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ ഇപ്രാവശ്യം ഇപ്പം ട്രെയിനിങ്ങിന് പോയ സ്കൂളില് ചില KG കുട്ടികളെ ഇതുപോലെ ചില പീരീഡിൽ ടീച്ചേഴ്സ് കൊണ്ടുപോകാറുണ്ട്. ഞങ്ങളും അപ്പൊ അവിടെ ഇരിക്കാറുണ്ട്. മരത്തിന് ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ടാവും. അവിടെ ടീച്ചർ ഇരിക്കും. കുട്ടികൾക്ക് ചെയറൊക്കെ എടുത്ത് കൊണ്ടിട്ടിട്ട് ഇപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട്. ചില പീരീഡിലൊക്കെ ടീച്ചേഴ്സ് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ഓരോരോ ഡിവിഷനായിട്ട് മാറി മാറി കൊണ്ടുപോകുന്നുണ്ട്. മിസ്സേ, പണ്ടല്ലേ നമ്മുടെ കൈമ നഖം വെക്കാൻ ടേബിൾസ് മരത്തുമെന്ന് പൂ ചാടില്ലായിരുന്നു? അതെ അതെ. വാഗമരം ഓർത്തത് ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനെ. മഞ്ഞ കളർ അത് തന്നെ. ഒരു ചുമ റെഡ് കളർ, റെഡിഷ് പേര് വാഗപ്പൂവ്. വാഗ ഒരു പ്രത്യേകത സ്മെല്ലല്ലേ ആ പൂവിന്? ടീച്ചർമാരും കൂടി നമ്മുടെ കൂടെ കൈമൊട്ടിക്കാനൊക്കെ. അത് തന്നെ. അന്നൊക്കെ എന്താ, അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നഖമൊന്നും ഇല്ലല്ലോ, കൈമ നെയിലൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോഴത്തെ പോലെ ഒന്നും. അപ്പൊ ഭയങ്കര സംഭവമാണ്. അത് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാല് അത് കാണിക്കുമ്പോ നല്ല ഭംഗിയായിട്ട് അത് നോക്കും, കൗതുകത്തോടെ ഇരുന്ന്. അങ്ങനെയൊക്കെയല്ലേ? കാണിച്ചോണ്ട് കിടക്കും. അതെ, കാണിച്ചുകൊണ്ട് കിടക്കും. ഓക്കെ, ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനെയായിട്ട്. ഞാനിപ്പോ ഓർക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. ഫ്ലോറിങ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, നോക്കി നിങ്ങള്. അതായത് ഫ്ലോറിങ് ചെയ്യുന്നത് നോർമലി സിമെന്റിലാണ്. സിമെന്റിൽ നമ്മൾ എന്താ പറയാ, നിരപ്പാക്കാന്ന് പറയാ അല്ലെ? എന്താ ഇതിനെ പറയാ? ഒരു കറക്റ്റ് മീനിങ് പറയാ അതിന്.
സിമന്റ് തറ. സിമന്റ് തറ. ഓക്കെ, സിമന്റ് തറ എന്ന് പറയും നമ്മള്. സാധാരണ സിമന്റ് ഉപയോഗിച്ചിട്ടാണ് ഫ്ലോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മഡ് ഫ്ലോറിങ്, ചാണകം കൊണ്ട് മെഴുകും. കണ്ടിട്ടുണ്ടോ നിങ്ങള് ഫ്ലോർ ചെയ്യുന്നത്? ചാണകം കൊണ്ട് മെഴുകുന്നത് പണ്ടത്തെ, അതായത് ഇപ്പൊ എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോന്ന്. എന്റെ ചെറുപ്പകാലത്തൊക്കെ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. അവിടുത്തെ ചേച്ചി ഡെയിലി എന്ത് ചെയ്യും, ചാണകം എടുത്തിട്ട് മെഴുകും, മെഴുകും മൊത്തം. അപ്പൊ മഡ് ഫ്ലോറിങ് എന്നാണ് അതിനെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് കൗവിന്റെ കൗ ഡക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്കൂളുകളിൽ നമ്മൾ മഡ് ഫ്ലോറിങ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് കുട്ടികൾ തറയിലാണ് നോർമലി ഇരിക്കുക അന്നത്തെ കാലത്തൊക്കെ. ബെഞ്ചും ഡെസ്ക് ഒന്നും ഇല്ല. അപ്പൊ ഇരിക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സിൽ എന്താകും, ഇത് പറ്റിപ്പിടിക്കും. അപ്പോ അവരുടെ കാല് ചീത്തയാകും, ഡ്രസ്സൊക്കെ ചീത്തയാകും. അതുകൊണ്ട് തന്നെ പാരന്റ്സിന് ഇതിനോട് അധികം താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷെ മോണ്ടിസോറി കുട്ടികളെ, മരിയ മോണ്ടിസോറി, മാഡം മോണ്ടിസോറി കുട്ടികളെ തറയിലിരുത്തി പഠിപ്പിക്കാനാണ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. തറയിലിരുത്തിയാണ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് കൂടുതൽ താല്പര്യം. പക്ഷെ പാരന്റ്സിന് എന്താണ്, അവരെ എന്താ പറയാ, ബെഞ്ചിലും ഡെസ്കിലൊക്കെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പാരന്റ്സിന്റെ ഒരു ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്തു, കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ ചാണകം മെഴുകിയിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മാറ്റ് വിരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കുട്ടികളെ ഇരുത്തുക. നമ്മൾ പ്രാക്ടിക്കൽ ഏരിയയിലോട്ട് വരും. നമ്മൾ കുറച്ചു നാൾ കഴിയുമ്പോൾ പ്രാക്ടിക്കൽ ഏരിയയിലോട്ട് പോകും. അപ്പൊ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മാറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അതായത് മരിയ മോണ്ടിസോറി അവരുടെ ഓവറോൾ അവരുടെ ലൈഫ് ജേണിയിൽ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ലൈഫ് ജേണിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഉപകരണം എന്ന് പറയുന്നത് മാറ്റാണ്. മാറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പൊ ഇവിടെയും എന്ത് പറയുന്നുണ്ട്, കുട്ടികളെ ഇരുത്താൻ വേണ്ടിയിട്ട് തറയിലിരുത്തിയാണ് അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് താല്പര്യം. അതുകൊണ്ട് തന്നെ അവിടെ ഇരുത്തുമ്പോൾ പ്രത്യേകം ഒരു കാർപ്പറ്റ് എന്തെങ്കിലും ഒരു സംഭവം വിരിച്ചിട്ട് വേണം കുട്ടികളെ അവിടെ ഇരുത്തി പഠിപ്പിക്കാൻ ഇവര് പറയുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്താണ് ഇവിടെ ഈ മഡ് ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോ അങ്ങനെയൊന്നും ഇല്ല. കാരണം തന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ടൈലും കാര്യങ്ങളൊക്കെയാണ് വിരിക്കുന്നത് അല്ലെ. അതിന്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. ക്ലിയർ ആണോ മിസ്? ഇപ്പോഴും എന്റെ നാട്ടില് വീടിനൊക്കെ ചാണകം മെഴുകുന്നവരുണ്ട്. ഇപ്പോഴുണ്ടോ? വീടിന്റെ പുറത്തായിരിക്കും. ഉണ്ട് എന്റെ നാട്ടിലുണ്ട്. പാലക്കാട് ഏരിയയില് അവർക്ക് ഈ മിറ്റം പാലക്കാട് ഗ്രാമങ്ങളിലെല്ലാം, ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഇപ്പോഴും മുറ്റമൊക്കെ ചാണകം മെഴുകിയിട്ടാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചാണകം. മുറ്റമൊക്കെ ചാണകം മെഴുകുക അല്ലെ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ ഓണത്തിന് മാത്രം പൂക്കളിടാനായിട്ട് ആ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചാണകം മെഴുകൂലേ? അങ്ങനെ ഇല്ലേ? മമ്പണി പരിപാടിയൊക്കെ ഉണ്ടല്ലോ. മുറ്റവും തൊടിയും കൂടെ മമ്പണി എന്ന് പറയും. മുറ്റവും തൊടിയും കൂടെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഉപയോഗിച്ചിട്ട് ഒരു തിണ്ട് കെട്ടും. അതൊക്കെ ചാണകം മെഴുകും. എന്നിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഉണ്ട്. ഓക്കെ. എവിടെയാണ് ദിവ്യ നവീന്റെ വീട്? എവിടെയാണ്? പാലക്കാട് പട്ടാമ്പി. ഓക്കെ. പാലക്കാട് പട്ടാമ്പിയിലാണ് അല്ലേ? ഓക്കെ. ഞാൻ അടുത്തത് സൈഡ് വാൾസ് ഒന്ന് വായിക്കട്ടോ. വായിച്ചിട്ട് മനസ്സിലാകുന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്യുക. സൈഡ് വാൾസ്. റെജീന, എന്താണ് മനസ്സിലായത് വായിച്ചിട്ട്? മാഡം, പിന്നെ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള വാളുകളൊന്നും അന്നത്തെ കാലത്ത് അവൈലബിൾ അല്ലായിരുന്നു. രണ്ട് സൈഡും തുറന്നൊക്കെ ഇട്ടിട്ടുള്ള ഇതായിട്ടായിരുന്നു പ്രൈമറി ക്ലാസ്സുകളിലും പ്രീ പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നത്.
അതാ മനസ്സിലായത്. അത് മനസ്സിലായത്. ഈ പാലപ്പറ്റ് മറ്റേ ഈ പലക വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ രണ്ട് സൈഡിൽ ഓല കെട്ടി അങ്ങനെയൊക്കെ അല്ലേ പണ്ട് ചെയ്തോണ്ടിരുന്നത്. അത് മനസ്സിലായി. ഓക്കെ. ആൽഫിയ എന്ന് പറഞ്ഞേ, എന്താണ് മനസ്സിലായത് സൈഡ് വോൾസ്? സൈഡ് വോൾസ് നമ്മുടെ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ പ്രകാരം സ്കൂളുകളിലൊക്കെ ക്ലാസ് റൂം തിരിച്ച് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ക്ലാസ് ഒക്കെ എടുക്കുന്നത്. പണ്ട് അതൊന്നും ഉണ്ടായില്ല. മെയിൻ ആയിട്ട് പ്രൈമറി ക്ലാസ്സിലും ഇങ്ങനെ തുറന്നിട്ടായിരിക്കും ക്ലാസ്സുകൾ. പക്ഷെ ഇപ്പൊ അതൊന്നല്ല, ഇപ്പൊ ഫുള്ളി ക്ലോസ് ചെയ്തിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ക്ലാസ് റൂമിൽ കാണുന്നത്. അതെനിക്ക് പണ്ടത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ക്ലാസ്സുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് വാൾ അല്ലെ, എന്താ പറയാ നമുക്കത് മൂവ് നീക്കാനായിട്ട് സാധിക്കും. ഒരിടത്ത് നിന്ന് ഒരിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ക്ലാസ് 6A ആണെങ്കിൽ മറ്റൊരു ക്ലാസ് 6B ആണ്. അതിനെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മിഡിലായിട്ട് ഒരു വാള് പോലെ, മതില് പോലെ ഒരു സാധനം കൊണ്ട് വെക്കും. അതിനെയാണ് സൈഡ് വാൾ എന്ന് പറയുന്നത്. എന്റെ മോനൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഇപ്പോഴും ഉണ്ട് അത്. അവരുടെയൊക്കെ ക്ലാസ് മുറികള് അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ സ്കൂളാണ് അവരുടെ. ഇപ്പൊ വലിയ കെട്ടിടം, സ്ക്രീൻ, അത് തന്നെ സ്ക്രീൻ എന്നാ പറയാ, സൈഡ് സ്ക്രീൻ. പഠിപ്പിച്ച സ്കൂളിലുണ്ട് അല്ലെ? ഞാൻ ട്രെയിനിങ്ങിന് പോയടത്തിൽ അങ്ങനെയായിരുന്നു, നടുക്ക് ഇത് വെച്ച് തിരിച്ചേക്കുവാ. സഹദൂന എന്താണ് പറഞ്ഞേ? ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ ഇതേപോലെ തന്നെ സ്ക്രീൻ വെച്ചിട്ട് LKG ക്ലാസ്സുകാരെ 1ാം ക്ലാസ്സുകാരെ ഇങ്ങനെ തിരിച്ചേക്കുക. പിന്നെ നമ്മള് ഒരു പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണ ഒരു ഏരിയ ഉണ്ട്, അവിടെയും ഇങ്ങനെ ഇതേപോലെ തന്നെ 1ാം ക്ലാസ്സും ആ ഏരിയയും തമ്മിൽ തിരിച്ചേക്കുക. ഒരു ഓടിട്ട കെട്ടിടാണ്. പുതിയ കെട്ടിടത്തില് 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ് കമ്പ്യൂട്ടർ ലാബ് അങ്ങനെയൊക്കെ. ഏകദേശം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നല്ലേ? ഇത് പ്രോഗ്രാം ഒക്കെ വരുമ്പോഴേ ഇതൊക്കെ മാറ്റിയിട്ടല്ലേ ഒരു ഹോളാക്കി എടുക്കുന്നത്, അതല്ലേ മാം ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെ. അത് തന്നെയാണ് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ അതൊക്കെ അവര് ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതൊരു ഹോളാക്കി എടുക്കും. സ്ക്രീനാണ് ശരിക്കും. അതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ, എന്താണ് അതിന് പറയുന്നതെന്ന് കറക്റ്റ് എനിക്കറിയില്ല. അതാണ് എനിക്ക് കിടന്ന് തപ്പുന്നത്. എന്താണ് അതില്? നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ എന്ത് സംഭവമാണ് സൈഡ് വാൾസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മൾ ചിലപ്പോ പഠിച്ചിരുന്ന പലക കൊണ്ട് അടിച്ചായിരിക്കും, ഫുള്ള് പലക കൊണ്ട് അടിച്ചായിരിക്കും അത്. പിടിയിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് ബ്ലാക്ക് ബോർഡ് ആണ് കേട്ടോ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഭാഗത്ത് ബ്ലാക്ക് ബോർഡ്. അതൊന്ന് വായിച്ചു നോക്കുക. ബ്ലാക്ക് ബോർഡ് കേട്ടോ, ബ്ലാക്ക് ബോർഡ് മാത്രം. ടീച്ചർ ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഞാൻ പഠിച്ച സ്കൂളിൽ അങ്ങനെ തന്നെയായിരുന്നുന്ന്. ഇല്ല, ഞാൻ കേട്ടില്ല കേട്ടോ ഗൗരി, പറഞ്ഞോളൂ. ഞാൻ പഠിച്ച സ്കൂളിൽ അങ്ങനെ തന്നെയായിരുന്നു. സ്ക്രീനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ക്ലാസ് ഡിവൈഡ് ചെയ്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രോഗ്രാംസ് വരുമ്പോ ഇതുപോലെ ആ സ്ക്രീനുകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതൊരു വലിയ ഹോളാക്കി അങ്ങനെ എടുക്കും. ഓക്കെ.
വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാട്ടോ. ഓക്കെ, എന്താണ് വാൾമേഡ് ബോർഡ്? നമുക്ക് അറിയായിരിക്കുമല്ലോ 5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ് ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന 5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ്സ് ഉണ്ട്. അത് പലതരത്തിലാണ് ഉണ്ടാവുക. 5 തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാൾമേഡ് ബോർഡ് എന്താണ്? വാൾമേഡ് ബോർഡ് എന്താ? പലകയിലടിച്ചിട്ടുള്ളത്, മാറ്റാൻ പറ്റാത്തത്, മരത്തിന്റെ പ്ലൈവുഡ് ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന വാൾമേഡ് ബോർഡ്. വാൾമേഡ് ബോർഡ് പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കുന്നതാണോ? അല്ല അതെന്ന് പറഞ്ഞാൽ സിമെന്റും കൊണ്ടായിരിക്കും ഉണ്ടാക്കണത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഭിത്തിന്ന് അനക്കാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആവശ്യ സമയത്ത് ഇങ്ങനെ മാറ്റാനൊന്നും പറ്റൊന്നുമില്ല, അവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും അത്. ഓക്കെ, ദെൻ വാൾ ഫിക്സഡ് ബോർഡ് എന്താണ് സാധുവിന്? അപ്പോ വാൾ ഫിക്സഡ് ബോർഡ് അതെന്ന് പറയണത് നമ്മുടെ പ്ലൈവുഡ് മരങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കണതായിരിക്കും. മരം കൊണ്ടായിരിക്കും അത് ഉണ്ടാക്കണത്. അത് നമുക്ക് മാറ്റാൻ പറ്റൂല. This can be removed and fixed anyway. അത് മാറ്റാൻ ഫിക്സ് ചെയ്യാം. അതെ ക്യാൻ ബി ഇതാണല്ലോ, റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും പറ്റും. പണ്ട് സ്കൂളുകളിലുണ്ടായിരുന്നു സ്റ്റാൻഡ് ബോർഡുകൾ. സ്കൂളുകളിൽ പഠിക്കുമ്പോ ഇതായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഉണ്ടായിരുന്നത് സ്റ്റാൻഡ് ബോർഡ്. സ്റ്റാൻഡ് ബോർഡ്. ഓക്കെ, എന്താണ് റെജീന സ്റ്റാൻഡ് ബോർഡ് എന്താണ് പറഞ്ഞത്? അത് സ്റ്റാൻഡിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ബോർഡ്, റിസ്കി ആയിട്ടുള്ള നമ്മൾ പോയി അത് പിടിക്കുകയൊക്കെ ചെയ്യുക നമ്മുടെ പുറത്തോട്ട് മറിയുന്ന രീതിയിലുള്ള സ്റ്റാൻഡ് ബോർഡുകൾ പഠിക്കുമ്പോ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ആ ബോർഡായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ സ്റ്റാൻഡ് ബോർഡ് പിടിച്ചു വെച്ചിട്ടാണ് ഓർഡർ എഴുതുന്നതൊക്കെ. പടം വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടായിരുന്നു എഴുതാൻ. ഓക്കെ, റോളിംഗ് ബോർഡ് എന്താണ്? അപ്പൊ റോളിംഗ് ബോർഡ് അതെന്ന് പറയണത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാനൊക്കെ പറ്റും, നമുക്ക് ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാൻ പറ്റും. കണ്ടിട്ടുണ്ട്. അല്ലേ? സ്ക്രീൻ ബോർഡ് എന്താണ് അപ്പോ? അത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി സ്ക്രീൻ താഴ്ത്തി ഓരോ പിക്ചേഴ്സും ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോർഡ്. സ്ക്രീൻ ബോർഡ്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് പറഞ്ഞുതരാം. വാൾമേഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാൾമേഡ് ബോർഡ് എന്ന് പറഞ്ഞാല് സിമെന്റ് പ്ലാസ്റ്ററിംഗ് ആണ്. അതായത് നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്കൂൾ, ഒരു ക്ലാസ് റൂം പണിയുമ്പോൾ തന്നെ അവിടെ ബോർഡിന് വേണ്ടിയിട്ട് ഫിക്സഡ് ആയിട്ടുള്ള സ്പേസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിനകത്തുണ്ട്, നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ഞാൻ മുമ്പത്തെ ബാച്ചിലെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തതാണ്. ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അതായത് സ്കൂള് പണിയുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് റൂം പണിയുമ്പോൾ തന്നെ ഒരു നിശ്ചിത സ്പേസ് ഈ ഒരു ബ്ലാക്ക് ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാകും. അതിന്റെ കൂടെ തന്നെ പണിത് പോകുന്നതാണ്, കോൺക്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. കൂടെ തന്നെ പണിത് അത് ഫിക്സഡ് ആക്കി അവിടെ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കെട്ടിടം എത്ര നാളുണ്ടോ എത്ര നാൾ ആ കെട്ടിടം ഉണ്ടോ ആ സമയത്തോളം ഈ ബോർഡും അവിടെ ഉണ്ടാവും. ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ബോർഡാണത് വാൾമേഡ് ബോർഡ്. നമ്മുടെ ഭിത്തിയുടെ ഉള്ളിലായിട്ട് ഫിക്സ് ചെയ്ത് പണിതിരിക്കുന്ന ബോർഡിനെയാണ് വാൾമേഡ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഭിത്തി കണ്ടില്ലേ? വോള് കണ്ടിട്ടില്ലേ? കണ്ടോ? ഈ ഒരു സംഭവം കണ്ടോ നിങ്ങള്? കണ്ടില്ലേ? ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം? നിശ്ചിത സ്പേസ് അവര് മാറ്റി വെച്ചിട്ട് അതിന്റെ ഉള്ളിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബോർഡ് അവര് മെയ്ഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിനെയാണ് വാൾമേഡ് ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലായിരിക്കും അത്. ഓക്കെ, ദെൻ വാൾ ഫിക്സഡ് ബോർഡ് എന്ന് പറഞ്ഞാല് ഇത് വുഡൻ ലിനോലിയം അതുപോലെ പ്ലൈവുഡ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ബോർഡുകളാണ്. സാധാരണ ക്ലാസ് റൂമിൽ നമ്മൾക്ക് ഇത്തരം ബോർഡുകൾ കാണാനായിട്ട് സാധിക്കും. നമ്മള് മാർക്കറൊക്കെ ഉപയോഗിച്ച് എഴുതുന്ന എന്താ പറയാ ബോർഡുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് ഒരിടത്ത് ഉറപ്പിച്ചു വെക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അത്തരത്തിലുള്ള ബോർഡുകളാണ് വാൾ ഫിക്സഡ് ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് സ്റ്റാൻഡ് ബോർഡ് ആണ്. സ്റ്റാൻഡ് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്താണ് ഒരു സ്റ്റാൻഡില് നമുക്കൊരു ബോർഡ് വെച്ചിട്ടുണ്ടാകും. ഈ സ്റ്റാൻഡില് ബോർഡ് ഉറപ്പിച്ചിട്ടാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യാം ഇതിൽ എഴുതുക. അപ്പോ ഇതിന്റെ ഒരു റിസ്കി ഫാക്ടർ എന്ന് പറഞ്ഞാല് ഇത് കുറച്ച് തള്ളിക്കൊണ്ട് പോകാനൊക്കെ പാടാണ്.
പിന്നെ ബോർഡ് എങ്ങനെ നിലത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യോ കാലോ പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ, കാരണം ഇത് കൂടുതലായിട്ട് ഇളകും. കാരണം ഒരു സ്റ്റാൻഡിലാണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലോ. അപ്പൊ ടീച്ചർ ഒരു കൈ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. അപ്പൊ ബോർഡിൽ ലെഫ്റ്റ് ഹാൻഡ് പിടിക്കും, എന്നിട്ടാണ് എഴുതുക. അപ്പൊ ഇത് ഇളകുന്ന ഒച്ച കേൾക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? സ്റ്റാൻഡ് ബോർഡ് കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടി ഇവിടെ പറഞ്ഞല്ലോ. പോലെ കണ്ടിട്ടുണ്ട്. ആ, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഞങ്ങള് മദ്രസ പഠിക്കുമ്പോഴും സ്റ്റാൻഡ് ബോർഡ്. എന്താണ് സാധുന? അതിന്റെ ബാക്ക് സൈഡിൽ ഞങ്ങൾ മദ്രസ പഠിക്കൂലേ, അപ്പൊ സ്റ്റാൻഡ് ബോർഡ് ആയിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോ ആ മറ്റേ ആദ്യം പറഞ്ഞതായിരുന്നു. മദ്രസ പഠിച്ചപ്പോ ഈ സ്റ്റാൻഡ് ബോർഡ് ആയിരുന്നു. സ്റ്റാൻഡ് ബോർഡ് ആണ്. റിസ്ക് അല്ലേ? അത് കുറച്ച് റിസ്ക് അല്ലേ? റിസ്കി ഫാക്ടർ ഉണ്ടോ അതിനകത്ത്? അതെ അതെ, റിസ്ക് ആണ്. എങ്ങനെ മറന്നു വീണാല് ബുദ്ധിമുട്ടായിരിക്കും. ഒരാള് പറയട്ടോ, ഒരാള് പറ. അനശ്വര സതീഷ് പറഞ്ഞേ, റിസ്ക് ഉണ്ടോ? റിസ്ക് ആണ്. എങ്ങനെയെങ്കിലും അത് മറിഞ്ഞു വീഴുക ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കില്ലേ മിസ്സേ? അപ്പൊ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് സ്കൂളുകളിലൊക്കെ. അതെ അതെ. അതിന്റെ രണ്ട് സൈഡ് എഴുതാൻ പറ്റില്ല മിസ്സേ? എന്താണ്? അങ്ങനത്തെ ബോർഡിന്റെ രണ്ട് സൈഡ് എഴുതാൻ പറ്റില്ലേ? സ്റ്റാൻഡ് ബോർഡിന്റെ അത് ഒരെണ്ണത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ? അപ്പൊ രണ്ട് സൈഡ് എഴുതാൻ പറ്റുമോ? ഒരെണ്ണം ബാക്ക് സൈഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ? നമുക്ക് തള്ളിക്കൊണ്ട് പോകാനല്ലേ സാധിക്കുള്ളൂ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട്. അതാണ് റിസ്കിയാണ്. ചില ബോർഡുകളുണ്ട് മാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും, സ്റ്റാൻഡ്മേ വെച്ചേക്കുന്നത് തന്നെ തിരിക്കാൻ പറ്റും അല്ലേ? ബാക്ക് സൈഡ് കറക്റ്റ് നമുക്ക് ഫ്രണ്ട് ബാക്ക് എഴുതാൻ ടൈപ്പ്. അതെ, അങ്ങനെയുണ്ട്. ഓക്കെ, അങ്ങനെയുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ റോളിംഗ് ബോർഡ് ആണ്. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബോർഡ് അല്ല കേട്ടോ. ഇത് ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ട് പെർമനന്റ് ആയിട്ടുള്ള ബോർഡിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ട്രെയിനിങ്ങിന് പോകുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ബോർഡാണ്. കാരണം സ്കൂളുകളിൽ ടെമ്പററി ആയിട്ട് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിക്കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചുരുട്ടി എന്ത് ചെയ്യാം, റോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് കൊണ്ടുപോയിട്ട് കുട്ടികളെ കാണിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് റോളിംഗ് ബോർഡ്. ഓക്കെ, ഇത് ടെമ്പററി ആയിട്ടുള്ള ബോർഡാണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്ക്രീൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? നിങ്ങൾക്ക് എന്താണ് ഐഡിയ മനസ്സിലായത്? ഇവിടെ സ്ക്രീൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വൈറ്റ് ബോർഡ് ആണോ? വൈറ്റ് ബോർഡ് ആണോ? അല്ല, ടീച്ചറെ മറ്റേ സ്കാനർ ഒക്കെ ഉപയോഗിച്ച് കാണിക്കുന്ന ബോർഡാണ്. പ്രൊജക്ടർ വെച്ച് അതെ അതെ അതെ, പവർ പോയിന്റ് പ്രൊജക്ടർ ഉപയോഗിച്ച് കാണിക്കുന്ന ബോർഡാണ്. കൂടുതലും ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലും മറ്റും നമ്മൾ കാണാൻ സാധിക്കുന്ന ഒന്നാണ് എന്ത്, സ്ക്രീൻ ബോർഡ്. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഓൺലൈൻ ക്ലാസ് നിങ്ങളിപ്പോ ഇത് ഓൺലൈൻ ക്ലാസ് ആണ്, നമ്മുടെ അല്ലാതെ ഉള്ള ഓൺലൈൻ ക്ലാസ്സുകൾ കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവരെങ്ങനെയാണ് പിക്ചേഴ്സും മറ്റും ഒക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളിൽ സെമിനാർ ഹാളിലൊക്കെ എന്തെങ്കിലും പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് കുറേയധികം വിദ്യാർത്ഥികൾക്ക് കുറേയധികം അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ കാണിക്കാറുണ്ട് അല്ലെ? അതൊക്കെ എന്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക? സ്ക്രീൻ ബോർഡ്, പ്രൊജക്ടറി, പവർ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് പ്രസന്റേഷൻ ചെയ്യുക. അത്തരത്തിലുള്ള ബോർഡാണ് സ്ക്രീൻ ബോർഡ് എന്ന് പറയുന്നത്. 5 തരം ബോർഡുകൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ടീച്ചറെ എല്ലാ ക്ലാസ്സുകളും ഇപ്പൊ പ്രൊജക്ടർ ഉപയോഗിച്ചാണ് ക്ലാസ്, എല്ലാ ക്ലാസ്സിലും ഇപ്പൊ അതുണ്ട്. ഇപ്പൊ എടുക്കുന്നത് ഗൗരി നന്ദന? ഇപ്പൊ എല്ലാ ക്ലാസ്സുകളിലും പ്രൊജക്ടർ ഉണ്ടല്ലോ, ഫോണില് ഫിറ്റ് ചെയ്തിട്ട്. സെമിനാറുകളൊക്കെ സെമിനാറിനൊക്കെയല്ലേ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, സാധാരണ ക്ലാസ്സിനല്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ, ചില ക്ലാസ് റൂമിൽ അതിനുള്ള സംവിധാനം ഉണ്ടാകും. ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെറിയ ക്ലാസ്സിലുണ്ടോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ചെറിയ ക്ലാസ്സിൽ പഠിച്ച സ്കൂളിലുണ്ടായിരുന്നു, ഓരോ ക്ലാസ്സിലും ഓരോ പ്രൊജക്ടർ വെച്ചിട്ടുണ്ടായിരുന്നു 8ാം ക്ലാസ് വരെ. അത് ടീച്ചേഴ്സ് PPT കാണിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. അതാ ഞാൻ പറഞ്ഞത്. ഉപയോഗിക്കും. ഓക്കെ ഓക്കെ. എനിക്കും പല അറിവുകളും അറിയില്ല, നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ചെയ്യുന്ന ലാപ്പൊക്കെ വെക്കാൻ തന്നെ ക്ലാസ് റൂമിൽ തന്നെ ഒരു പെട്ടി പോലെ സംഭവം ഉണ്ട്, താക്കോലൊക്കെ ഇട്ട് പോകുന്നത്. അപ്പൊ ഓരോ ലീഡർമാരുണ്ട് ഓരോ ക്ലാസ്സിലും അതിന്.
അപ്പൊ ഏത് ടീച്ചറാണ് പ്രൊജക്ട് വെച്ച് പഠിപ്പിക്കുന്നത് അവര് വരണേ അവരാകുമ്പോഴത്തേക്ക് നമ്മൾ ലാപ്പൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് അവർക്ക് ഇത് മാത്രം സ്ക്രീൻ ഇടാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു. 8ാം ക്ലാസ് പോലെ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ ഫോട്ടോസ്, ഈ 5 തരം ബോർഡുകളുടെ ഫോട്ടോസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഞാൻ മൈൻഡപ്പ് ചെയ്തോട്ടെ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല മിസ്. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എന്താ പറഞ്ഞേ? ഇന്നത്തെ ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരുന്നു. പഴയ കാലത്തിലേക്കൊക്കെ പോയി എഴുതി. അതെയോ? താങ്ക് യു സോ മച്ച്. അതന്നെ ഒരുപാട് നൊസ്റ്റാൾജിയകൾ ഇങ്ങനെ കൊടുക്കുന്നു. ഒരുപാട് താങ്ക് യു മാം. നൊസ്റ്റാൾജിയകൾ ഇടുന്നു. നൊസ്റ്റാൾജിയകൾ വരും എന്റെ ക്ലാസ് എടുക്കുമ്പോ അല്ലേ? പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും അല്ലേ? മാം ചാണകം മെഴുകിയത് മാം പറഞ്ഞല്ലോ. അതെ, ഞങ്ങള് കണ്ണൂരാണേ. കണ്ണൂര്. പക്ഷെ തളിപ്പറമ്പിൽ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ അവര് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് മുറ്റൊക്കെ ഇങ്ങനെ ശരിക്ക് ഈ ചാണകം മെഴുകിയിട്ടുണ്ടാവും. അവർക്ക് ഈ കറ്റ മെതിക്കാനും അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടത്. കൃഷിയുള്ളിടത്തൊക്കെ അങ്ങനെയുണ്ട്. ഞാനൊക്കെ താമസിക്കുന്ന തറവാട്ട് വീട്ടിലാ. അപ്പൊ ഇവിടെ പറയുന്ന കേട്ടോ, നമ്മുടെ ക്ലാസ് കേട്ട് ഉപ്പച്ചിയൊക്കെ പറഞ്ഞു പഴയ വീടൊക്കെ അങ്ങനെ ചാണകം മെഴുകിയതായിരുന്നു ഇവിടുത്തെ. ഞങ്ങള് പണ്ട് താമസിച്ചത് ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു. പണ്ട് ചെറുതില് താമസിച്ച സ്ഥലത്ത് അവിടെ ഇതുപോലെ ചാണകം മെഴുകിയ സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ കാണുന്നതാണ് ഇത്. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയപ്പോ ഇതേപോലെ മുറ്റത്ത് ഫുള്ള് ചാണകം മെഴുകിയിട്ട് അവര് കൃഷിയൊക്കെ കൊണ്ട് ഇറക്കുന്നതൊക്കെ അതിലാണ്. എന്റെ വീട് ചോദിക്കുന്നത് എന്റെ വീട് നോർത്ത് പറവൂരാണ്. നോർത്ത് പറവൂര് തന്നെയാണ് എന്റെ വീട് കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.